തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ എനിക്ക് മിസ്സായി പോയൊരു സിനിമയാണ് മൂൺ വാൾക്ക്. തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതിന്റെ ഒരു പ്രത്യേക കാരണം അപ്പൊ കുറച്ച് വലിയ വലിയ പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പടം അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോകാൻ പറ്റാഞ്ഞത്. വിനോദ് എ.കെ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കുറച്ച് പൊളപ്പം പയലുകളാണ് അഭിനയിച്ചിട്ടുള്ളത്. കിടിലം പയ്യന്മാരെന്ന് പറയാൻ പറ്റും. കാരണം ഒരു രക്ഷയില്ലാത്ത ടീം പൊളിച്ചങ്ങ് അടുക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാൻസുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഡാൻസ് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് എല്ലാവരും, അതുപോലെ മൈക്കിൾ ജാക്സൺ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇൻസ്പയർഡ് ആവുന്ന ഒരു സിനിമയാണ് ഈ മൂൺ വാൾക്ക് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ഷൻ മേഖലയായാലും സിനിമോട്ടോഗ്രഫി വർക്കായാലും പ്രകടനങ്ങളായാലും എല്ലാം കൊണ്ടും മികച്ചതാന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് മൂൺ വാൾക്ക് എനിക്ക് അനുഭവപ്പെട്ടത്. തുടക്കം തൊട്ട് തന്നെ ഇത് തുടങ്ങുന്ന ഒരു സമയത്ത് അതിന്റെ ടൈറ്റിൽ കാർഡ് ആയാലും പടത്തിന്റെ എല്ലാം മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്ന രീതിയിലാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം അതെല്ലാം ഒരു വ്യത്യസ്തമായിട്ട് രീതിയിലാണ് സ്ക്രീനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്കകത്ത് ഒരു തരത്തിലുള്ള പോരായ്മകളും നമുക്ക് പറയാനില്ല. ഇപ്പൊ പ്രകടനങ്ങൾ നോക്കിയാൽ ഒരുപാട് തരത്തിലുള്ള ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഈ പയ്യൻ ടീംസുകളാണ് കൂടുതലും വന്നിട്ടുള്ളത്. അവർ കൂടാതെ തന്നെ മീനാക്ഷി ചന്ദ്രയും തുഷാര പിള്ളൈ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പ്രേം ശങ്കർ, പിന്നെ അവരുടെ പുതിയ എനിക്ക് തോന്നുന്നു പുതിയ ആർട്ടിസ്റ്റുകളാണെന്ന് തോന്നുന്നു. നേരത്തെ തന്നെ സിനിമയ്ക്കകത്തൊന്നും അങ്ങനെ വിവലമല്ലാത്ത ആർട്ടിസ്റ്റുകളാണെന്ന് എനിക്ക് തോന്നുന്നു. സോ അവർ പുതിയ ആർട്ടിസ്റ്റുകളായതുകൊണ്ട് തന്നെ അവരുടെ ഫസ്റ്റ് പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫസ്റ്റ് പടം തന്നെ ഇങ്ങനെ ഇനിയുള്ള പടങ്ങൾ എന്തായിരിക്കും. അതുപോലെ തന്നെ ഈ പടത്തിനകത്ത് നല്ല കിടിലൻ റൊമാൻറ്റിക്കലായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ റൊമാൻറ്റിക് നല്ല രീതിയിൽ വർക്കായിട്ട്, അതായത് നമ്മുടെ ഈ വെറുപ്പിക്കൽ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മളെ ഇപ്പൊ വരുന്ന കുറെ പടങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വെറുപ്പിക്കലൊന്നുമില്ല. ഇത് നൈസായിട്ട് ആ വിഷയത്തിനോട് ചേർന്ന് പോകുന്ന ടൈപ്പിലുള്ള റൊമാൻറ്റിക്കലായിട്ടുള്ള കുറച്ച് പ്രണയവും കാര്യങ്ങളും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അത് നല്ല മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു ടൗണിൽ നടക്കുന്ന ഒരു കഥയാണ്. ആ കഥയെ നല്ല മനോഹരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ സംവിധായകനും കൂടെ നിന്നിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കും സാധിച്ചിട്ടുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയാൻ പറ്റും. സോ സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കിൾ ജാക്സൺ തന്നെയാണ്. പുള്ളിക്ക് ഇതിനകത്ത് വലിയൊരു പ്രാധാന്യമുണ്ട്. പുള്ളിയുടെ കഥയിൽ നിന്ന് ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ടായാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും പോയി അങ്ങ് കാണുക. ഒരിക്കലും നിരാശപ്പെടാത്ത ടൈപ്പ് ഒരു സിനിമയാണ്. സോ എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നിരാശപ്പെടുത്തത്തില്ല. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ